ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 31, അനന്തമജ്ഞാതം അവർണ്ണനീയം. ഞാൻ ജോസഫ് മറ്റപ്പള്ളി. അങ്ങനെ എൻ്റെ ആ സംശയവും തീർന്നു. ഒരു ചെടിയുടെ നാമ്പ് നുള്ളിയാൽ ആ തുണ്ടിൽ എത്രയോ പുതിയ മുളകളുണ്ടാവും. മരുഭൂമിയിൽ കിളിർക്കുന്ന ചെടികളിൽ ഇലകളുടെ ജോലിയും കൂടി തണ്ടുകൾ ചെയ്യും. കിട്ടിയ വെള്ളം ചോർന്നു പോകാതെ സൂക്ഷിക്കാനുള്ള പ്രത്യേക ശേഷിയും അവകൾക്കുണ്ടാവും. മലകളിൽ വളരുന്ന വൃക്ഷങ്ങളാവട്ടെ പന്തലിച്ചാവില്ല വളരുന്നത്. അവിടെ നിലനിൽക്കാൻ കൂർത്ത മേലാപ്പാണ് ആവശ്യം. ജീവനുള്ളതിനും ഇല്ലാത്തതിനും നിലനിൽക്കാനും അതിജീവനത്തിനും എന്തെല്ലാം മാർഗങ്ങൾ! ഒന്ന് ചിന്തിച്ചാൽ പ്രകൃതിയുടെ കരുതൽ അചിന്തനീയമായ ഭൗതിക ശേഷി കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കാണാം. സിംഹത്തിന് ഇരപിടിക്കാൻ സൂക്ഷ്മദൃഷ്ടി വേണം. അതിന് കണ്ണുകൾ മുമ്പിൽ വെച്ചു. മാനിനാകട്ടെ ശത്രു ഏതു വശത്തു നിന്ന് പതുങ്ങി വന്നാലും കാണാൻ കഴിയണം. അവയുടെ കണ്ണുകൾ വശങ്ങളിലാക്കി. ഉയർന്നു പറക്കുന്ന പരുന്തിനും വേണം ആഹാരം. ദൂരക്കാഴ്ചയുള്ള കണ്ണുകൾ അവയ്ക്ക് കൊടുത്തു. മഴക്കാലത്തിന് പുഴകളും ഒരുങ്ങും, വസന്തത്തിന് തൊടികളും ഒരുങ്ങും, ഒരു നിയോഗം പോലെ. അക്രമങ്ങളും അതിക്രമങ്ങളും ചുറ്റും നടക്കുന്നു. എന്താ ഇവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ഞാൻ ഓർക്കുമായിരുന്നു ഒരു കാലത്ത്. ആ രത്നാകരൻ്റെ കാര്യം ഓർക്കുമ്പോൾ മനസ്സടങ്ങും പെട്ടെന്ന്. വാൽമീകി എന്ന് പറഞ്ഞാലേ പലരും രത്നാകരനെ അറിയൂ. പ്രജത്സൻ മഹർഷിയുടെ മകനായാണ് രത്നാകരൻ ജനിച്ചതെങ്കിലും വഴിതെറ്റി കാട്ടിലൂടെ നടന്ന് ഈ ബാലനെ രക്ഷിച്ചു വളർത്തിയത് വേട്ടക്കാരാണ്. പ്രായപൂർത്തിയായപ്പോൾ ആ കുലത്തിൽ നിന്ന് തന്നെ അയാൾ വിവാഹവും കഴിച്ച് കുടുംബവുമായി കഴിഞ്ഞു. രത്നാകരൻ എന്താ കവർച്ചക്കാരനായത്? കുടുംബത്തെ പോറ്റാൻ മാർഗമില്ലാതെ വന്നപ്പോൾ. അതിലൊരു തെറ്റും രത്നാകരൻ കണ്ടില്ല, നമ്മുടെ നാരദ മഹർഷി കാണുന്നത് വരെ. നാരദ മഹർഷി വീണ വായിച്ചു വിഷ്ണുസ്തുതി കേൾപ്പിക്കുന്നിടം വരെ രത്നാകരൻ കവർച്ചക്കാരനായിരുന്നു. നിന്റെ അകർമ്മങ്ങളുടെ ഫലം വീട്ടുകാർ വീതിച്ചെടുക്കുമോ എന്ന് മഹർഷി ചോദിച്ചപ്പോഴും താൻ ചെയ്യുന്നത് അകർമ്മമാണെന്ന് രത്നാകരന് സംശയം ഉണ്ടായിരുന്നില്ല. ഈ രത്നാകരനാണ് പിന്നീട് ദേവനാഗരി ലിപിയിൽ സംസ്കൃതത്തിൽ 7 വിഭാഗങ്ങളിലായി 24,000 ശ്ലോകങ്ങളടങ്ങിയ രാമായണം രചിച്ചത്. യോഗവശിഷ്ഠ എന്ന അമൂല്യ ഗ്രന്ഥം എഴുതിയതും അദ്ദേഹമാണെന്ന് കരുതപ്പെടുന്നു. ശ്രീരാമൻ പോലും യോഗവശിഷ്ഠ പഠിച്ചത്രേ. ഈ കഥ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു നിയോഗം പോലെ നീങ്ങുന്ന ഈ ബ്രഹ്മാണ്ടത്തിൽ യാതൊന്നും അർത്ഥമില്ലാത്തതല്ലെന്ന് സൂചിപ്പിക്കാനാണ്. നാരദൻ്റെ വീണയ്ക്കുമുണ്ടായിരുന്നു ഒരു വലിയ ദൗത്യം. മഹർഷിയായി മാറിയ രത്നാകരനിൽ ഒളിച്ചിരുന്ന സിദ്ധികൾ എന്തുമാത്രമായിരുന്നുവെന്ന് ചിന്തിക്കാൻ പോലും കഴിയുമോ? ഒരവസ്ഥാന്തരം സംഭവിച്ചാൽ ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന മാറ്റം അചിന്തനീയമാണെന്നാണ് ശരി. അതിന് പക്ഷേ ചോദ്യങ്ങളില്ലാത്തൊരു മനസ്സ് വേണം. താൻ തിരിച്ചു വരുന്നിടം വരെ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കാൻ നാരദൻ പറഞ്ഞു. ചിതൽപ്പുറ്റുകൊണ്ട് മൂടപ്പെട്ടിട്ടും രത്നാകരൻ തൻ്റെ മനസ്സിനെ തുറന്നുവിട്ടില്ല. എന്താ നാരദ മഹർഷി വരാത്തതെന്ന് ചോദിച്ചുമില്ല. പൂർണ്ണമായൊരു കീഴടങ്ങൽ നാം ഇവിടെ കാണുന്നു. മാറ്റത്തിലേക്കുള്ള ഈ ചുവട് മാറ്റത്തിൽ നിർണായകമാണ്. സംഭവിക്കുന്നത് എന്തും കൃത്യമായ സമയത്തും സ്ഥലത്തുമാണെന്നുള്ള തിരിച്ചറിയലും ആവശ്യമുണ്ടായിരിക്കണം. എല്ലാത്തിനും ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാലും അർത്ഥമാക്കുന്നത് ഇത് തന്നെ. എല്ലാം സംഭവിക്കേണ്ടതുപോലെ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ആത്മാർത്ഥതയില്ലാത്തവരായി ഇവിടെ ആരുമില്ല. തങ്ങൾ കാണിക്കുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരല്ലേ എല്ലാവരും. ഓർക്കുക, ആരെയും മറിച്ച് വിശ്വസിപ്പിക്കാൻ ഒരു യുക്തിക്കും കഴിയണമെന്നില്ല. അങ്ങനെ നമുക്ക് തോന്നുമെങ്കിലും സമഗ്രമായ ഒരു മാറ്റം മനസ്സിലും കൂടി ഒപ്പം സംഭവിക്കേണ്ടതുണ്ട്. ഈശ്വരസ്തുതി കൊണ്ട് അത് കഴിഞ്ഞെന്നിരിക്കും. രത്നാകരൻ്റെ കാര്യത്തിൽ നാരദൻ ഒരു പ്രഭാഷണവും നടത്തിയില്ല. സംഭവിച്ചതൊന്നും അരുതാത്തതായിരുന്നെന്നും നാരദ മഹർഷി പറഞ്ഞില്ല. അതിരുകൾ നിർണ്ണയിക്കാനാവില്ലാത്ത അത്ര അനന്തവും അജ്ഞാതവുമായ ഈ ബ്രഹ്മാണ്ടത്തിൽ എല്ലാം ശരിയാണെന്നും ഒന്നും തിരുത്തേണ്ടതല്ലെന്നും ആർക്കെങ്കിലും തോന്നുന്നുവോ? തുടങ്ങിക്കൊള്ളൂ. നാരദൻ വരുന്നിടം വരെ ഈശ്വരനാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഈശ്വരനാമം മാത്രം. നന്ദി. വീണ്ടും കാണാം.